And finally, iOS 26.1 official updation Apple release ചെയ്യേണ്ട ഒരു അപ്ഡേറ്റിൽ കുറേയധികം പുതിയ മാസീവായ ചേഞ്ചസും അതോടൊപ്പം ഫീച്ചേഴ്സുമാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു അപ്ഡേഷൻ്റെ കൂടെ തന്നെ ആപ്പിൾ വാച്ചിനും മാക്കിനും ഐപാഡിനും എന്നിങ്ങനെ കുറേയധികം പുതിയ സോഫ്റ്റ്വെയർസും ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമുക്ക് iOSനെ ഫോക്കസ് ചെയ്യാം. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്കറിയണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം, പക്ഷേ നമുക്ക് അതൊരു വലിയ കാര്യം തന്നെയാണ്. സോ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് എബിൻ സേവിയ ഫ്രം എവിക്ക. ഏറ്റവും ആദ്യം ഫീച്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. iOS 26 നമുക്ക് റിലീസ് ചെയ്തപ്പോൾ കുറേയധികം കൂട്ടുകാർ കംപ്ലൈൻറ്റ് ചെയ്താണ്. കുറേയധികം കാര്യങ്ങൾ വായിക്കാൻ പറ്റുന്നില്ല, മനസ്സിലാവുന്നില്ല, നോട്ടിഫിക്കേഷൻ സെൻറ്ററിൽ വരുന്ന കാര്യങ്ങൾ പോലും കറക്റ്റായിട്ട് വായിക്കാൻ പറ്റുന്നില്ല എന്നിങ്ങനെ കുറേയധികം പ്രശ്നങ്ങൾ. അതിന് ഒരു സൊല്യൂഷനായിട്ടാണ് ആപ്പിൾ ഈ ഒരു അപ്ഡേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. നേരെ സെറ്റിങ്സ് എടുക്കാം. സെറ്റിങ്സിൽ താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് ഈ കാണുന്ന ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പുതിയ ഓപ്ഷൻ നിങ്ങൾ കാണാൻ പറ്റും, ലിക്വിഡ് ഗ്ലാസ് എന്ന് പറയുന്നത്. രണ്ട് ഓപ്ഷൻസ് ആണ് ആപ്പിളിലൂടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ക്ലിയർ എന്ന് പറയുന്ന നമ്മുടെ iOS 26 ആ ഒരു ട്രാൻസ്പെറൻറ്റ് ലിക്വിഡ് ഗ്ലാസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടിൻറ്റഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും ഒരു ബ്ലാക്ക് ഷെയ്ഡിലേക്ക് മാറിയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് ക്ലിയറിലിട്ടിട്ട് നോട്ടിഫിക്കേഷൻസ് കാണിച്ചു തരാം. ഇപ്പോൾ നോട്ടിഫിക്കേഷൻസ് എല്ലാം കുറച്ച് ക്ലിയർ ആണ്. അതോടൊപ്പം ഞാൻ ടിൻറ്റഡ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്നും കൂടെ കാണിച്ചു തരുമ്പോൾ എല്ലാ നോട്ടിഫിക്കേഷൻസും ബ്ലാക്കിലേക്ക് മാറിയത് കാണാൻ പറ്റും. ഇതേപോലെ എല്ലാ കോൺഫിഗറേഷൻസും നിങ്ങൾക്ക് ടിൻറ്റഡിലേക്ക് മാറ്റാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇനി മുതൽ വായിക്കാൻ പറ്റില്ല എന്നുള്ള ആ ഒരു പ്രശ്നം iOS 26 മറന്നേക്കാം. രണ്ടാമത്തെ ഫീച്ചറാണ് ലോക്ക് സ്ക്രീനിലെ സ്വൈപ്പിംഗ് ക്യാമറ എന്ന് പറയുന്നത്. ചില കൂട്ടുകാർക്ക് ഇതേപോലെ നമ്മുടെ ലോക്ക് സ്ക്രീനിൽ ഏതെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ എടുത്തു ഞാൻ ക്ലോസ് ചെയ്യാൻ നേരം ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ ആക്സിഡൻ്റലി ഞാൻ ക്യാമറ ഇതേപോലെ പോപ്പപ്പ് ചെയ്യാറുണ്ട്. ഇത് എനിക്ക് മാത്രമല്ല കുറേയധികം കൂട്ടുകാർക്കും ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്തിട്ടുണ്ട്. അത് നിർത്താനായിട്ട് ആപ്പിൾ പുതിയ ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. നേരെ സെറ്റിങ്സ് എടുക്കാം. സെറ്റിങ്സ് ഓപ്ഷനിൽ നമുക്ക് ക്യാമറ എന്ന് കാണുന്ന ഈ ഒരു ഓപ്ഷൻ എടുത്ത് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ പുതിയൊരു ഓപ്ഷൻ നമുക്ക് കണ്ടിട്ടുണ്ടാവും, ലോക്ക് സ്ക്രീൻ സ്വൈപ്പ് ടു ഓപ്പൺ ക്യാമറ എന്ന് പറയുന്നത്. അത് ഡിഫോൾട്ടി ഓൺ ആയിരിക്കും. അത് ഓഫ് ചെയ്ത് വെക്കുക. ജസ്റ്റ് ലോക്ക് ചെയ്തു. ഞാൻ എത്ര സ്വൈപ്പ് ചെയ്താലും ഇനി ആക്സിഡൻ്റലായിട്ട് ഓപ്പൺ ചെയ്യുന്ന ക്യാമറ നമുക്ക് ഒഴിവാക്കാം. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ എടുക്കുകയാണ്. ഡിവൈസ് ഞാൻ ലോക്ക് ചെയ്തു, ഈ ഓപ്ഷൻ ഓൺ ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് സ്വൈപ്പ് ചെയ്യുമ്പോൾ ക്യാമറ ആക്സസ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. iPhone 16 or 17 സീരീസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ക്യാമറ ബട്ടൺ എന്നുള്ള ഓപ്ഷൻ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തില്ലെങ്കിലും ഈസി ആയിട്ട് ക്യാമറ ആക്സസ് ചെയ്യാം. ആക്ഷൻ ബട്ടണിലുള്ള യൂസർക്ക് അതും ക്യാമറ വഴി ആക്സസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ പറയുന്ന ആക്ഷൻ ബട്ടണോ ക്യാമറ കൺട്രോളോ ഒന്നുമില്ലെങ്കിൽ മാത്രം ഈ ഒരു ഓപ്ഷൻ സ്വൈപ്പ് ടു ക്യാമറ എന്ന ഓപ്ഷൻ ഓൺ ചെയ്തിടാനാണ് എൻ്റെ റെക്കമെൻഡേഷൻ. അല്ല എപ്പോഴും ഇതേപോലെ ആക്സിഡൻ്റ് ആയിട്ട് ക്യാമറ ഓപ്പൺ ചെയ്യുന്ന കൂട്ടുകാർക്ക് ആ ഒരു പ്രശ്നം ഇനി മുതൽ നിങ്ങൾക്ക് സോൾവ് ആയിട്ടുണ്ട്. അടുത്ത് വരുന്ന ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചേഞ്ച് ആണ് iOS 26 വന്നപ്പോൾ കോൾ എടുക്കുന്ന സമയത്ത് അത് അറ്റൻഡ് ചെയ്യുമ്പോഴും നമ്മൾ റിസീവ് ചെയ്യുമ്പോഴും ഒരു ചെറിയ ഹാപ്റ്റിക് വൈബ്രേഷൻ നമ്മുടെ ഡിവൈസിൽ ലഭിക്കും. ജസ്റ്റ് കോൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഒരു വൈബ്രേഷൻ നമ്മുടെ ഫോൺ ഉണ്ടാവും. അത് കുറേയധികം കൂട്ടുകാർക്ക് ഡിസേബിൾ ചെയ്യണം, എങ്ങനെ ഓഫ് ചെയ്യണം എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. അത് ഓഫ് ചെയ്യാൻ നേരെ സെറ്റിങ്സിലേക്ക് പോകാം. ആപ്പ് സെക്ഷനിൽ പോയിട്ട് നേരെ ഫോൺ ആപ്പ് എടുക്കാം. ജസ്റ്റ് ഈ പറയുന്ന ഫോൺ ആപ്പിലേക്ക് ജസ്റ്റ് നമുക്കൊന്ന് പോവാം. ഫോൺ ആപ്പ് എടുത്ത് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഹാപ്റ്റിക്സ് എന്നുള്ള പുതിയ ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വൈബ്രേഷൻ വേണ്ട എന്നാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഡിസേബിൾ ചെയ്താൽ ഇനി മുതൽ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴും അതോടൊപ്പം കോൾ കട്ട് ചെയ്യുമ്പോഴും ആ നേരത്തെ ഉണ്ടായ ഫോണിൻ്റെ ഹാപ്റ്റിക്സ് അല്ലെങ്കിൽ ആ ഒരു വൈബ്രേഷൻ നിങ്ങൾക്ക് ഇനി മുതൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അടുത്ത് വരുന്ന മേജർ UI ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ അലാറവും ടൈമറിലുണ്ട ആ ഒരു ബട്ടൺ ചേഞ്ചാണ്. ജസ്റ്റ് ഞാനൊരു ടൈമർ സെറ്റ് ചെയ്യാണ്. സ്റ്റോപ്പ് വാച്ചിലോ അല്ലെങ്കിൽ ഞാൻ ടൈമറിൽ ഒരു 5 സെക്കൻഡ് ഇതേപോലെ 5 സെക്കൻഡ് ഞാൻ സെറ്റ് ചെയ്തു, ലോക്ക് ചെയ്തു. ഒരു പുതിയ ഒരു ടൈമർ UI കാണാൻ പറ്റും. ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും സ്ലൈഡ് ടു സ്റ്റോപ്പ് എന്ന പുതിയ ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഞാൻ ജസ്റ്റ് ഇതേപോലെ സ്ലൈഡ് ചെയ്യുമ്പോൾ ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റ് അവിടെയും കാണാൻ പറ്റും. ആൻഡ് റിപ്പീറ്റ് എന്നുള്ള ഓപ്ഷനിൽ ചെറുതായിട്ട് ഡിംനെസ് വരുന്നതും കാണാൻ പറ്റും. ജസ്റ്റ് ഞാൻ ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ അവിടെ ഡിമ്മാകുന്ന കണ്ടോ. അത്രമാത്രം ഡീറ്റെയിലിംഗ് ഈ പറയുന്ന ടൈമർ UI വരെ ആപ്പിൾ കറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത വന്നിരിക്കുന്ന ചേഞ്ച് ആപ്പിൾ മ്യൂസിക്കിലാണ്. ആപ്ലിക്കേഷൻ എടുക്കാം. നേരത്തെ നമ്മുടെ പാട്ടുകൾ പ്ലേ ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകണമെങ്കിൽ
ഇവിടെയായിരുന്നു ക്ലിക്ക് ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ അത് പ്രീവിയസ് ട്രാക്ക് പോകണമെങ്കിൽ നൗ പ്ലേയിങ് ബാറിൽ പോയി നമുക്ക് ഇതേപോലെ പ്രീവിയസ് ബാർ ഞെക്കണമെന്ന്. പക്ഷേ ഇനി മുതൽ ആ ഒരു പ്രശ്നമില്ല. ഈ ഒരു സെയിം ഇൻ്റർഫേസിൽ തന്നെ നമുക്ക് നെക്സ്റ്റ് സോങ് വേണമെങ്കിൽ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യാം, പ്രീവിയസ് ട്രാക്ക് വേണമെങ്കിൽ ജസ്റ്റ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യാം. ഇതേപോലെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ട്രാക്കുകൾ ഇനി മുതൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് നൗ പ്ലേയിങ് ബാറിലും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ഇതുണ്ടോ, നൗ പ്ലേയിങ് ബാറിലും ലെഫ്റ്റും റൈറ്റും നിങ്ങൾക്ക് സ്വൈപ്പ് ചെയ്താൽ ഓരോ പാട്ടുകളും ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാം. ഈ ഒരു ചേഞ്ച് മാത്രമല്ല, നമ്മൾ പാട്ട് പ്ലേ ചെയ്ത് ലോക്ക് സ്ക്രീനിൽ മുമ്പ് ചെറിയൊരു UI ചേഞ്ചും അവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു പാട്ട് പ്ലേ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഈ ഒരു പാട്ടിൻ്റെ ഫുൾ ആർട്ട് കവർ ഞാൻ ഇതേപോലെ ടാപ്പ് ചെയ്യുമ്പോൾ മ്യൂസിക്കിൻ്റെ ആ ഒരു ടൈമിലേക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു ഫ്ലോ നിങ്ങൾക്ക് ജസ്റ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ ഒരു ടൈം നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു ടൈം ഇതേപോലെ പോകുന്നത് ഇത് കണ്ടോ, ജസ്റ്റ് ഒന്നുകൂടെ ടാപ്പ് ചെയ്തു. ഈ ഒരു ക്ലോക്ക് കറക്റ്റായിട്ട് ഒരു ഫ്ലോയിലായിട്ടാണ് ആപ്പിൾ മ്യൂസിക്കിൻ്റെ ഈ ഒരു ലോക്ക് സ്ക്രീനിൽ പോകുന്നത്. സോ ആ ഒരു UI ചേഞ്ചും ആപ്പിൾ ഈ ഒരു അപ്ഡേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ ഒരു അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ iOSൻ്റെ സെറ്റിംഗ്സ് പേജിൽ കുറേയധികം ലേ ഔട്ടിൻ്റെ ചേഞ്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നമ്മുടെ സെറ്റിംഗ്സ് എടുക്കാം. സെറ്റിംഗ്സിൽ വൈഫൈ ഓപ്ഷൻ എടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ലെഫ്റ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. അതോടൊപ്പം നിങ്ങൾക്ക് ബ്ലൂടൂത്ത് എടുക്കുമ്പോൾ അതേപോലെ കാണാൻ പറ്റും. നമ്മുടെ ജനറൽ ഓപ്ഷൻ എടുക്കുമ്പോഴും ഇവിടെ എല്ലാ കാര്യങ്ങളും ലെഫ്റ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്താണ് ഐക്കൺ ഉൾപ്പെടെ കൊണ്ടുവന്നിരിക്കുന്നത്. സോ എല്ലാ കാര്യങ്ങളും ലെഫ്റ്റിലേക്ക് ഒരു പുതിയ ചേഞ്ച് അല്ലെങ്കിൽ പുതിയ ലേ ഔട്ടിലേക്കാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഹോം സ്ക്രീനിൽ നമ്മൾക്ക് ഇതേപോലെ ഫോൾഡേഴ്സ് ഉണ്ടെങ്കിൽ ആ ഒരു ഫോൾഡേഴ്സിൻ്റെ ടെക്സ്റ്റും കുറച്ചുകൂടെ ബോൾഡർ ആയതും അതോടൊപ്പം കുറച്ചും കൂടെ ലെഫ്റ്റ് സൈഡിലേക്ക് അലൈൻ ആയതും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതെല്ലാ ചേഞ്ചുകളും നമുക്ക് ടെക്സ്റ്റുകൾ എല്ലാം ലെഫ്റ്റിലേക്കാണ് ഈ ഒരു വട്ടം ആപ്പിൾ അലൈൻ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം പുതിയ ഒരു ആപ്പ് ഐക്കണും നിങ്ങൾക്ക് ശ്രദ്ധിക്കും മനസ്സിലാവും. ആപ്പിൾ TVയുടെ പുതിയ ഒരു ആപ്പ് ഐക്കണും വന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം റിലീസായ ആപ്പിൾ ന്യൂസിൽ പറഞ്ഞായിരുന്നു നമുക്ക് പുതിയ ആപ്പിൾ TV വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇതേപോലെ ഒരു ആപ്പ് ഐക്കൺ ആപ്പിൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ആപ്പിൾ പ്ലാൻ ചെയ്യാതെ ഒരിക്കലും ചെയ്യാനുള്ള ചാൻസ് ഇല്ല. സോ ആപ്പിൾ TV ഓർ സംതിങ് ഈസ് കുക്കിംഗ് ഇൻസൈഡ് ഫോർ ആപ്പിൾ. ഈ ഒരു മാസം നവംബറിൽ തന്നെ മേ ബി അത് വരാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്യാം. അടുത്തത് ആപ്പിൾ ഫിറ്റ്നസ് ആപ്പ് എന്ന് പറയുന്നത്. ഫിറ്റ്നസ് ആപ്പ് എടുക്കാം. ഫിറ്റ്നസ് ആപ്പിൽ വർക്കൗട്ട് ഓപ്ഷനിൽ ഇനി നമുക്ക് കസ്റ്റം വർക്കൗട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് സെക്കൻഡായിട്ട് കാണുന്ന ഈ ഒരു ഓപ്ഷൻ, ഒരു പെൻ ആൻഡ് പേപ്പറിൻ്റെ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ കസ്റ്റം വർക്കൗട്ട് ഇതേപോലെ ആഡ് ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് വർക്കൗട്ടാണ് വേണ്ടത് ആ ഒരു വർക്കൗട്ട്, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ബാഡ്മിൻ്റൺ സെലക്ട് ചെയ്തു. ഡ്യൂറേഷൻ 30 മിനിറ്റ് ആണോ അല്ലെങ്കിൽ എത്രയാണ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യേണ്ടത്, അതോടൊപ്പം എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം, എത്ര ആക്റ്റീവ് കലോറീസ് നിങ്ങൾക്ക് ബേൺ ചെയ്യണം എന്നുള്ള സെറ്റ് ആൻഡ് എഫോർട്ട്, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കസ്റ്റമായിട്ട് ഐഫോണിൽ തന്നെ ഇനി മുതൽ ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആപ്പിൾ വാച്ചിൻ്റെ ആ ഒരു വർക്കൗട്ട് ഓപ്ഷൻ ഇല്ലെങ്കിലും ഐഫോൺ യൂസ് ചെയ്തുകൊണ്ട് എല്ലാ വർക്കൗട്ട് മെട്രിക്സും ഇനി മുതൽ ആഡ് ചെയ്യാൻ പറ്റും. അടുത്ത വന്നിരുന്ന ചേഞ്ച് ഫോട്ടോസ് ആപ്പിലാണ്. കുറേയധികം യൂസേഴ്സിന് ഇതേപോലെ ഒരു ഫുൾ സ്ക്രീൻ ഫോട്ടോയോ സ്ക്രീൻഷോട്ടോ എടുക്കുമ്പോൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ എല്ലാ കോണ്ടെക്സ്റ്റും ഡീറ്റെയിൽസും ആ ഒരു ഫോട്ടോയുടെ പൊക്കത്തായിരുന്നു വന്നിരുന്നത്. സോ അത് നമുക്ക് വായിക്കാനുള്ള ആ ഒരു കേപ്പബിലിറ്റി കുറക്കുമായിരുന്നു. ഇപ്പോൾ ഈ ഒരു ഫോട്ടോ ഈ ഒരു കളർ ആയതുകൊണ്ട് നമുക്ക് വായിക്കാൻ പറ്റും. പക്ഷെ ചില സാഹചര്യങ്ങളിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റിൽ നമുക്ക് വായിക്കാൻ പറ്റില്ല. ടൈം, ഡേറ്റ് എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് പോകുമായിരുന്നു. പക്ഷേ ഈ ഒരു വേർഷനിൽ നമുക്ക് ടാപ്പ് ചെയ്യുമ്പോൾ ഫുൾ സ്ക്രീൻ ഫോട്ടോസ് ജസ്റ്റ് ഒന്ന് പോപ്പ് ഔട്ട് ആവും. അതിനുശേഷം നമ്മുടെ ഡാറ്റാസും ഡീറ്റെയിൽസും ഇതേപോലെ വരും. നമ്മുടെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഇവിടെയും താഴത്ത് വരും. സോ ഫുൾ സ്ക്രീൻ ഫോട്ടോസും സ്ക്രീൻഷോട്ടും ഇതിൽ കറക്റ്റായിട്ട് വായിക്കാനും പറ്റുന്നുണ്ട്. അടുത്ത വരുന്ന ചേഞ്ച് മൾട്ടിപ്പിൾ ഫോട്ടോസ് ഞാൻ ഇതേപോലെ സെലക്ട് ചെയ്തു. ഈ കാണുന്ന 3 ഡോട്ട്സിൽ ടാപ്പ് ചെയ്യുമ്പോൾ പുതിയ ഒരു ലേ ഔട്ട് ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട്. സോ ഈ ഒരു ലേ ഔട്ടും മൾട്ടിപ്പിൾ ഫോട്ടോസ് സെലക്ട് ചെയ്യുന്ന യൂസേഴ്സിനാണ് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആവുന്നത്. അടുത്ത് വന്നിരുന്ന ഫോട്ടോസ് ആപ്പിൽ വന്ന ചേഞ്ചാണ് വീഡിയോസ് എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഈ പറഞ്ഞ വീഡിയോസിലേക്ക് പോവാണ്. വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു പുതിയ വീഡിയോ, ഈ കാണുന്ന ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു. നിങ്ങൾക്ക് ഒരു പുതിയൊരു UI വീഡിയോ സ്ക്രബ്ബറിൽ കാണാൻ പറ്റും. ജസ്റ്റ് നോക്കുമ്പോൾ ഭയങ്കര മിനിമലിസ്റ്റ് ആയ ഒരു വീഡിയോ സ്ക്രബ്ബറാണ്. ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴാണ് ബാക്കി ആ വീഡിയോ ടൈമും ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ജസ്റ്റ് കൈയെടുക്കുമ്പോൾ ആ ഒരു വീഡിയോയുടെ ഫുൾ കൺട്രോൾസും നിങ്ങൾക്ക് ഇവിടെ ആക്സസ് ചെയ്യാനും പറ്റുന്നുണ്ട്. അടുത്തതായിട്ട് വന്നിരുന്ന ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. iOSൽ റാപ്പിഡ് സെക്യൂരിറ്റി അപ്ഡേറ്റ് എന്ന ഓപ്ഷൻ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ ആരോടും പറയാതെ വലിയ കാര്യങ്ങളൊന്നുമില്ലാതെ ആപ്പിൾ അത് റിമൂവ് ചെയ്തു. അതിനേക്കാളും കുറച്ചുകൂടെ ബെറ്ററും എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഓപ്ഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നേരെ സെറ്റിംഗ്സ് എടുക്കാം. സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴത്തേക്ക് പോയി കണ്ടിട്ട് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ എടുക്കേണ്ട. സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴത്തേക്ക് പോകുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് സെക്യൂരിറ്റി ഇംപ്രൂവ്മെന്റ്സ് ഉണ്ട്. അത് സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ
നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ചെയ്യണോ വേണ്ടയോ എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഓരോ അപ്ഡേറ്റിൽ വരുന്ന സെക്യൂരിറ്റി അപ്ഡേറ്റ്സും നിങ്ങൾക്കിവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. ഈ ഓരോ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അവിടെ കാണുന്ന 3 ഡോട്ട്സിൽ ടാപ്പ് ചെയ്ത് സെക്യൂരിറ്റി ഫയൽസോ ബാക്കി കാര്യങ്ങളോ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം അടുത്ത ഓപ്ഷനും നമ്മുടെ സെറ്റിംഗ്സ് തന്നെയാണ്. നേരെ സെറ്റിംഗ്സിൽ ജനറൽ ഓപ്ഷൻ എടുക്കാം. താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ലോക്കൽ ക്യാപ്ചർ എന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ലോക്കൽ ക്യാപ്ചർ നമ്മുടെ ഫേസ് ടൈമിൽ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോസും ഓഡിയോസും സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ലോക്കൽ ക്യാപ്ചർ ചെയ്ത വീഡിയോ എവിടെ സേവ് ചെയ്യണം എന്നുള്ള ഡെസ്റ്റിനേഷൻ നമ്മുടെ അടുത്ത് ചോദിക്കും. അതോടൊപ്പം വീഡിയോ വേണ്ട ഓഡിയോ മാത്രം മതിയെങ്കിൽ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള പുതിയ ഫംഗ്ഷനാലിറ്റിയും ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം ഈ ഒരു അപ്ഡേഷനിൽ ലൈവ് ട്രാൻസ്ലേഷൻ്റെ ലാംഗ്വേജസ് ആപ്പിൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ലാംഗ്വേജ് ആപ്പിൾ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ ലാംഗ്വേജസും ആപ്പിൾ ഈ ഒരു അപ്ഡേഷനിൽ കുറച്ച് ബെറ്റർ ആയിട്ടും അതോടൊപ്പം എൻഹാൻസ്ഡ് ആയിട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ ഒരു അപ്ഡേഷനിൽ വന്ന പെർഫോമൻസ്, ഹീറ്റിംഗ് ആൻഡ് ബാറ്ററി എന്ന് പറയുന്നത് പെർഫോമൻസ് എനിക്ക് നല്ല സ്മൂത്തായിട്ടാണ് ആസ് ഓഫ് നൗ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത്യാവശ്യം ഞാൻ ഈ പറയുന്ന ഈ ഫുട്ബോളും കോൾ ഓഫ് ഡ്യൂട്ടിയും എല്ലാം കളിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിക്കുള്ള പെർഫോമൻസും സ്റ്റെബിലിറ്റിയും എനിക്ക് കിട്ടുന്നുണ്ട്. ഫ്രെയിം റേറ്റിൽ ഡ്രോപ്പോ അതോടൊപ്പം ഡിവൈസിൽ ഗെയിം കളിക്കുമ്പോൾ ഒരു സ്റ്റക്കോ ബാക്കിയോ ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇൻ്റർനെറ്റ് ആയിട്ട് കളിക്കുന്ന ഗെയിം ആയതുകൊണ്ട് ഇൻ്റർനെറ്റ് കുറയുമ്പോൾ ഒരു ചെറിയ ലാഗ് അല്ലാതെ വേറെ യാതൊരു ഇഷ്യൂവും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഹീറ്റിംഗ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഗെയിം കളിക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓൾറെഡി അപ്പോൾ തന്നെ ചൂടാവുന്ന ആ ഒരു ക്യാരക്ടർ ഭയങ്കര വിയേർഡായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. യൂഷ്വലി ഗെയിമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരു 10 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ചൂടാവുന്നെങ്കിൽ ഓക്കെ, പക്ഷെ ഇത് ഗെയിം സ്റ്റാർട്ട് ചെയ്ത് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഡിവൈസ് നന്നായിട്ട് ചൂടാവുന്ന ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു പ്രവണത എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഗെയിം കളിച്ചു കഴിഞ്ഞാലും ആ ഒരു ചൂട് യൂഷ്വലി ഉണ്ടാകും. ഗെയിമിംഗ് സമയത്ത് ഫോൺ ചൂടാകുന്നത് നോർമലാണ്. പക്ഷേ ഒരു അൺവാണ്ടഡ് ആയ ക്യാരക്ടറിസ്റ്റിക്സ് ഗെയിമിംഗ് ചെയ്യുമ്പോൾ തോന്നുന്നുണ്ട്. അത് നിങ്ങൾക്കും ഇതേപോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ബാറ്ററിയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് iOS 26.0.1-ൽ കുറച്ചധികം ബാറ്ററി സൈക്കിൾ കൗണ്ട് കൂടിയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നേരെ ബാറ്ററി എടുക്കാം. ബാറ്ററിയിൽ ഈ പറയുന്ന താഴത്ത് കാണുന്ന ബാറ്ററി ഹെൽത്ത് ഓപ്ഷൻ എടുക്കുമ്പോൾ സൈക്കിൾ കൗണ്ട് 45 ആണ് വന്നിരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന സെപ്റ്റംബറിലാണ്. ഈ ഒരു മാസം നവംബർ ആകുമ്പോൾ തന്നെ 45 സൈക്കിളാണ് വന്നിരിക്കുന്നത്. ബട്ട് മാക്സിമം കപ്പാസിറ്റി 100% തന്നെ റിമെയിൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു ബാറ്ററി സൈക്കിൾ കൗണ്ട് ബഗ്ഗായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ ഉണ്ടായ ഒഫീഷ്യൽ അപ്ഡേറ്റിലെ ബാറ്ററി സൈക്കിൾ കൗണ്ട് ഇതേപോലെ ക്രമാതീതമായിട്ട് കൂടിയത് എനിക്ക് മാത്രമല്ല കുറേ യൂസേഴ്സിനും എനിക്ക് റിപ്പോർട്ട് ചെയ്തായിരുന്നു. ഇതേപോലെ നിങ്ങളുടെ ഫോണിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. അടുത്ത മേജർ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഈ ഒരു അപ്ഡേഷൻ നിങ്ങളുടെ ഫോണിൽ ചെയ്യണോ, ഇത് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ എന്താണ് പ്രശ്നം. iPhone 13 സീരീസുകാരോട് എപ്പോഴും ഞാൻ പറയാറ് ഒന്ന് ഹോൾഡ് ബാക്ക് ചെയ്യുക. കാരണം പുതിയ അപ്ഡേഷനാണ്, ബഗ് ഉണ്ടോ, ഡിസ്പ്ലേ അടിച്ചു പോകുമോ എന്നിങ്ങനെ കുറേയധികം ഡൗട്ടുകൾ iPhone 13 സീരീസുകാർക്ക് ഉണ്ടാവും. 13 മാത്രമല്ല എല്ലാ ഐഫോൺ യൂസേഴ്സിനോടും ഞാൻ പറയുന്നതാണ് ഒന്ന് ഹോൾഡ് ബാക്ക് ചെയ്യുക, അല്ലെങ്കിൽ iTunes വഴി അപ്ഡേറ്റ് ചെയ്യുക. ഇത് 2 ഓപ്ഷൻ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾക്ക് ഏറ്റവും പുതിയ ഡിവൈസ് അല്ലെങ്കിൽ ഏറ്റവും പുതിയ അപ്ഡേഷൻ അപ്പം തന്നെ ചെയ്യണമെന്നാണെങ്കിൽ ഡിവൈസ് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് നോക്കുക. കാരണം ഇപ്പോൾ എൻ്റെ ഡിവൈസിൽ സ്ക്രാച്ച് ഇല്ല, ഡെൻഡ് ഇല്ല, അങ്ങനെ ഞാൻ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെക്കണം. അതിനുശേഷം അപ്ഡേഷൻ ചെയ്യുന്നതിൻ്റെ വീഡിയോയും അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ റെക്കോർഡ് ചെയ്യണം. എന്തുകൊണ്ടാണ് വേറൊരു ഫോണിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ആ ഒരു ഡേറ്റും ബാക്കി ഡീറ്റെയിൽസും ഇവിടെ നിങ്ങൾക്ക് സ്റ്റാമ്പ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും കാരണം വെച്ചാൽ ഡിസ്പ്ലേ പോയി കഴിഞ്ഞാൽ അപ്പീൽ ചെയ്യുമ്പോൾ ആപ്പിൾ സർവീസിൽ നിങ്ങൾ അപ്പീൽ ചെയ്യുമ്പോൾ പറയാം എൻ്റെ ഫോൺ വീണിട്ടില്ല, ഡാമേജ് ഇല്ല, ഒരു ഫിസിക്കൽ ഡാമേജും ഇല്ലാതെ പ്യുവർ സോഫ്റ്റ്വെയർ ബഗ് കാരണം ഡിസ്പ്ലേ അടിച്ചു പോയെന്ന് നിങ്ങൾക്ക് അപ്പീൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ മാക്സിമം വില കുറച്ച് കിട്ടാനോ ചാൻസ് ഉണ്ട്. ഇത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല, ഒരു ചാൻസ് ഹൈലി പോസിബിൾ ആയ ഒരു റെമഡിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ആൻഡ് അപ്ഡേഷൻ ചെയ്തുകൊണ്ട് ചെറിയ ചെറിയ ബഗ്ഗുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഡിവൈസ് റീസ്റ്റാർട്ട് ചെയ്യുക. ആ റീസ്റ്റാർട്ടിലൂടെ തന്നെ മാക്സിമം ചെറിയ ചെറിയ ബഗ്ഗുകൾ നിങ്ങൾക്ക് റിസോൾവ് ചെയ്യാം. ഇനി iOS 26.2-ന്റെ പുതിയ ബേറ്റ ഈ വരുന്ന വീക്കിൽ തന്നെ മേ ബി ആപ്പിൾ റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാ ഡെവലപ്പർ ബേറ്റാസിനും പബ്ലിക് ബേറ്റ യൂസേഴ്സിനും ഈ ഒരു iOS 26.2-ന്റെ പുതിയ അപ്ഡേഷൻ എന്തായാലും യൂസ് ചെയ്യാം. ഇതൊക്കെയാണ് നമ്മുടെ iOS 26.1-ന്റെ ഒഫീഷ്യൽ അപ്ഡേഷൻ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഈ അപ്ഡേഷൻ്റെ ഫോളോ അപ്പും ബാക്കി കാര്യങ്ങളും
നമുക്ക് നെക്സ്റ്റ് വീക്കിൽ ചെയ്യാം. ആ ഒരു വീഡിയോയിലും നമുക്ക് ഇതിൽ കവർ ചെയ്യാൻ പറ്റാത്തതും അതോടൊപ്പം നിങ്ങൾ കണ്ടുപിടിച്ച പുതിയ ഫീച്ചേഴ്സും അതിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. നിങ്ങൾ കണ്ടുപിടിച്ച എന്ത് ചെറിയ ഫീച്ചേഴ്സ് ആണെങ്കിലും വീഡിയോയുടെ തൊട്ട് താഴത്തെ കമൻറ്റ് ചെയ്യുക. അത് നമുക്കും വലിയൊരു ഹെൽപ്ഫുൾ ആണ്. സോ ഇതേപോലെ നിങ്ങൾക്ക് ടിപ്സും ട്രിക്സും അപ്ഡേഷൻസിന് കയറണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം. പക്ഷേ നമുക്ക് വലിയ കാര്യം തന്നെയാണ്. ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫേസ്ബുക്കിൽ കൂടെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതേപോലുള്ള അടിപൊളി വാൾ പേപ്പേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ എവിക്കയുടെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഈസ് എവിൻ സേവ്യ സൈനിങ് ഫ്രം എവിക്ക.